യൂറോപ്യൻ ഗോത്തിക് മാതൃകയിൽ നിർമ്മിച്ച ഇടുക്കി കുട്ടിക്കാനത്തെ അതിപുരാതന പള്ളിയാണ് സെന്റ് ജോർജ് CSI പള്ളി. 156 വർഷം പഴക്കമുള്ള പള്ളിക്കുന്നിലെ ഈ ദേവാലയത്തിന് നിരവധി പ്രത്യേകതകളുമുണ്ട്. ബ്രിട്ടീഷ് സെമിത്തേരിയും ഇവിടെ അടക്കം ചെയ്ത ഒരു വെള്ളക്കുതിരയുടെ ശവകുടീരവുമാണ് പള്ളിയുടെ ശ്രദ്ധാകേന്ദ്രം. റിപ്പോർട്ടിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഈസ്റ്റർ ആഘോഷമാണ്, ഉയർപ്പിൻ്റെ പ്രതീക്ഷയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ദേവാലയങ്ങളിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകൾ? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഇന്ന് രാവിലെയുള്ള പ്രത്യേക കുർബാന ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. രാവിലെ 7:30 കൂടിയാണ് നമുക്ക് പുറകിലുള്ള ഗോഡ് ഓഫ് ചർച്ചിൽ അതിൻ്റെ പിറവി കർമ്മങ്ങൾ ആരംഭിക്കുക. ഈ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ വർഗീസ് ചക്കാലക്ക്, ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഉയർപ്പിൻ്റെ പ്രാർത്ഥന കർമ്മങ്ങൾ നടന്നത്. വലിയ തരത്തിലുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുലർച്ചെ 2:45 താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ ഇഞ്ചനാനിയലിൻ്റെ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയിലും വിശ്വാസികൾ ഉയർപ്പിൻ്റെ തിരിച്ചടങ്ങുകൾ നടത്തി. ഇന്ന് അല്പം കഴിഞ്ഞ ശേഷമായിരിക്കും പള്ളിയിലെ സാധാരണ പ്രത്യേക ഈസ്റ്റർ കുർബാനകൾ ആരംഭിക്കുക. ഈ ഞാനയിൽ നിൽക്കുന്ന പള്ളിയിൽ 7:30 കൂടി അത്തരം വിശ്വാസികൾ എത്തിത്തുടങ്ങും. മറ്റു കാര്യങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പീഡാനുഭവങ്ങളുടെ ഒടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശുദേവൻ്റെ പ്രതീകാത്മകമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും വിശ്വാസികൾ. ഇന്നലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യാനുള്ളത് എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ ഈസ്റ്ററിൻ്റെ ആത്മവിശ്വാസമായി ഏറ്റെടുത്തുകൊണ്ട് യേശുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അത്തരത്തിൽ വിശ്വാസപരമായ ഒരു പ്രതിരോധമാക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമാവുക എന്ന സന്ദേശമാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത്. അതുപോലെ തന്നെ സഭയുടെ ഐക്യം നിലനിർത്തുക, അതിലൂടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, പ്രതിസന്ധികളെ തരണം ചെയ്യുക തുടങ്ങിയ സന്ദേശങ്ങളാണ് തലശ്ശേരി രൂപത ബിഷപ്പ് മാർ പാംപ്ലാനി ഉൾപ്പെടെ ഇവർ നൽകിയത്. എന്തായാലും വിശ്വാസി സമൂഹം ഒന്നടങ്കം യേശുദേവൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മയിൽ ആത്മവിശ്വാസത്തോടെ വലിയ ആഹ്ലാദത്തോടെ തന്നെയാണ് ഈസ്റ്റർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. പള്ളികളിൽ ഈസ്റ്ററിൻ്റെ പ്രത്യേക ദിന പ്രാർത്ഥനകൾ അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ഇന്നലെ പുലർച്ചെ തന്നെ പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങളുടെ തുടർച്ച അവസാനിച്ചതുകൊണ്ട് രാവിലെ അല്പം കഴിഞ്ഞ ശേഷമായിരിക്കും ഈസ്റ്ററിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങളും കുർബാനകളും ആരംഭിക്കുക. ഗൗതം. രതീഷാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് വിശ്വാസി സമൂഹവും അതോടൊപ്പം തന്നെ ലോക ജനതയും ഉള്ളത്. പ്രതീക്ഷയുടെ, ഉയർപ്പിൻ്റെ, പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്.